കൊട്ടിയൂരിലെത്തുന്ന ഭക്തരുടെ മനസ്സ് മാത്രമല്ല വയറും നിറയും. വിവിധ സേവനങ്ങളുമായി സേവാഭാരതി സജീവമാണ് കൊട്ടിയൂരിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് സേവാഭാരതിയുടെ അന്നദാന കൗണ്ടറിലാണ്. നമ്മളോടൊപ്പം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ നമ്മളോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. ദിവസേന എത്ര ഭക്തന്മാരാണ് ഇവിടെ എത്തിച്ചേരുന്നത്? പെരുമാളെ ശരണം. അതായത് ഈ വർഷം നമ്മൾ 20ാമത്തെ വർഷമാണ് അന്നദാനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 20ാമത്തെ വർഷമാണ്. ഇതുപോലെ 5 കേന്ദ്രങ്ങൾ നമ്മളിപ്പം ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മണത്തറയുണ്ട്, എടയാറുണ്ട്, കണ്ണവമുണ്ട്, ചിറ്റാലിപ്പറമ്പുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കൊടുത്തത് ഒരു 3000-ഓളം ആൾ ഇന്നലെ ഭക്ഷണം കഴിച്ചു പോയി. അതുപോലെ ശനി ഞായർ ദിവസങ്ങൾ 5000-6000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് എപ്പം ഭക്ഷണം ജനങ്ങൾ എത്ര സമയം വന്നാലും ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കും. അതുപോലെ ഭക്ഷണം ഇങ്ങനെ അടുപ്പത്ത് ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ സംവിധാനങ്ങൾ, ക്രമീകരണങ്ങൾ, അതിന് ആൾക്കാരെല്ലാം റെഡിയാണ്. ഇപ്പം അന്യ സംസ്ഥാന ആൾക്കാർ വരുന്നത് കൊണ്ട് കൂടുതൽ നമ്മൾ കരുതിയിരിക്കുന്നുണ്ട്. ഒരു 2 കണ്ടലരി, 3 കണ്ടലരി, 4 കണ്ടലരിയാണ് ഇപ്പം ഇടുന്നത്. ശനി ഞായർ ദിവസങ്ങൾ അത് ഒരു ഇരട്ടികൾ വെക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഇന്നാലേ കൊടുത്താകാൻ പറ്റുള്ളൂ. അവർക്ക് പിന്നെ കുറേ സംസാരിക്കാനുള്ള നമ്മുടെ അറിവിൻ്റെ പ്രശ്നമാണ്. കർണാടകയും ആന്ധ്രയൊക്കെ അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും വേണ്ടി എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ ഒരു സന്തോഷമാണ്. ഇനിയുള്ള കാലങ്ങളിൽ അതിൽ കൂടുതലുള്ള സജ്ജീകരണങ്ങൾ വേണം. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. സേവാഭാരതി അതിനുള്ള ആൾക്കാരുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതായത് ശരാശരി ഒരു ദിവസം 4000-5000 പേർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ചൊരു കാര്യം, സാധാരണ അന്നദാനത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വിഭവസമൃദ്ധമായ ഒരു സദ്യ പോലെയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ, ഒരാളൊന്നുമല്ല, സമൂഹത്തിലെ ഒരുപാട് ആൾക്കാരുടെ സഹായം കൊണ്ടാണ് നമ്മുടെ സേവാഭാരതി മുമ്പോട്ട് പോകുന്നത്. ഒരു വ്യക്തിയുടെയോ ഒരു വ്യക്തിയിൽ നിന്നല്ല. സ്വാമിജി വരാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. എറണാകുളത്തിന് വരുന്ന നമ്മൾ സൗജന്യമായിട്ട് ഇവിടെ വന്ന് ഉത്സവ സമയത്ത്, അതായത് അന്നദാനത്തിന് അന്ന് മുതൽ 28 ദിവസം ഫുൾ ടൈം ഇവിടെ നിൽക്കുന്ന ഒരു സ്വാമിയാണിത്. അങ്ങനെ ഒരാളെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെ സഹായം കൊണ്ടാണ് നമ്മുടെ സേവാഭാരതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആളുകൾക്ക് അറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളൊരു കാര്യം, ഈ ഹോട്ടലുകളൊക്കെ കിട്ടാൻ ഇപ്പം ബുദ്ധിമുട്ടാണല്ലോ. ഈ അമ്പലത്തിൽ വരുന്നവർ ഈ സേവനം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? എങ്ങനെയാണ് ഇത് നമ്മൾ ഒരുപാട് വർഷത്തെ 20 വർഷത്തെ അറിവുള്ളതുകൊണ്ട് ആൾക്കാർ സേവാഭാരതി അന്വേഷിച്ച് വരികയാണ്. ഇന്നലെ ഒരു ചേട്ടൻ ഇവിടെ വന്ന് സംസാരിച്ച് ഹോട്ടലിൽ കഴിച്ചിട്ട് വയറുവേദന, ഞാൻ സേവാഭാരതി അന്വേഷിച്ച് വരികയാണ്. സേവാഭാരതി അവിടെ ആരോട് ചോദിച്ച ശേഷം നമ്മുടെ കേന്ദ്രങ്ങളിൽ എത്തുന്ന, അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ. പിന്നെ ഒരു വർഷം കഴിച്ചാൽ പിന്നെ സ്ഥലം കൃത്യമായിട്ട് മാറുന്നില്ലല്ലോ. അവിടെ കൃത്യമായിട്ട് എല്ലാ വർഷവും കൃത്യമായ നമ്മുടെ കേന്ദ്രത്തിലൂടെ എത്തുകയാണ്. നമ്മുടെ ഈ കേന്ദ്രത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത്? ഈ സ്ഥലം ഒന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് പടിഞ്ഞാറ് ഇപ്പം നടയെന്ന് പറയാൻ പറ്റിയല്ല, പടിഞ്ഞാറോട്ട് വരുമ്പോൾ ഇപ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാവർക്കും ഏകദേശം ഇവിടെ ഭക്ഷണം കഴിച്ച എല്ലാവർക്കും അറിയാം സേവാഭാരതി കേന്ദ്രം എവിടെയാണെന്ന്. ആരോട് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കും. ഇവിടെയുള്ള ആൾക്കാരുടെ, ഇവിടെ നടത്തുന്ന കച്ചവടക്കാർ മുഴുവൻ പറഞ്ഞു കൊടുക്കും. അവർക്കെല്ലാം ഇവിടുത്തെ നാട്ടുകാരാണ്. ഈ കച്ചവടം നടത്തുന്നത് മുഴുവൻ നാട്ടുകാരാണ്. അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞു വിടും സേവാഭാരതി കേന്ദ്രം ഇവിടെയാണ്. അന്നദാനം മാത്രമുണ്ടല്ലോ, വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങൾ കൂടി ഈ ക്ഷേത്രത്തിലും അതിൻ്റെ പരിസരങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ഈ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട്. തീർത്ഥാടകരുടെ എന്ത് ആവശ്യങ്ങളും എന്ത് വിഷമങ്ങളുണ്ടായാലും സേവാഭാരതി ഇവിടെ നമ്മുടെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കും. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കും. ക്ഷേത്രത്തിൽ എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അവിടെ എത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ തിരക്കുള്ള ദിവസങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സമയമാകുമ്പോൾ അവർക്ക് പോകാൻ പറ്റില്ല. വൈകുന്നേരങ്ങൾ വരുവാണെങ്കിൽ അവരെ സഹായിക്കാനുള്ള സംവിധാനം സേവാഭാരതി പ്രവർത്തകരുണ്ട്. എന്തായാലും അന്നദാനം മഹാദാനമാണ്. സേവാഭാരതി നിസ്വാർത്ഥമായൊരു സേവനമാണ് ഇത്തരത്തിൽ ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും ഈ സേവനം പ്രയോജനപ്പെടുത്തണമെന്നൊരു അപേക്ഷ കൂടിയാണ് ഇതിൻ്റെ സംഘാടകരടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. അമൃത ന്യൂസ്, കൊട്ടിയൂർ.